بسم الله الرحمن الرحيم هل أتاك حديث الغاشية وجوه يومئذ خاشية عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. നന്ദി അന്ന ആശംസ. സ്വാഗത പ്രഭാഷണത്തിനായി പുന്നിയൽ കുളം വെൽഫെയർ കമ്മിറ്റിയുടെ സെക്രട്ടറി നാസി ചമനൂരിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പുന്നിയൽ കുളം വെൽഫെയർ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഈദ് മീറ്റ് ആണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഇതിനുവേണ്ടി ഒരു 2 മാസത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെയും ഇതിൻ്റെ സ്പോൺസർമാരെയും വന്നിട്ടുള്ള സ്ഥാപനങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ശേഷം അല്പം വൈകിയാണെങ്കിലും എല്ലാവർക്കും കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും ഈദ് മുബാറക് ആശംസിക്കുന്നു. ഈ കുടുംബ സംഗമത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഈ കമ്മിറ്റിയുടെ പുറത്തു നിന്നുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കും ഞാൻ അഭിനന്ദനം നേരുകയാണ്.
ശേഷം ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ ആകർഷണാംശം വിധവകളുടെ സംരക്ഷണം എന്ന വിഷയത്തെ നൽകി FCC ഡയറക്ടർ ജനാബ് ഹബീബുർ റഹ്മാൻ കീഴ്ശ്ശേരി പ്രസംഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് അധ്യക്ഷത അലങ്കരിക്കാൻ ശ്രീ ഷംസുദ്ദീൻ സാഹിബ്, ഒപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്കും മെമ്പർമാരുടെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദ്യമായി ഒരു കാര്യം ഉണർത്തുന്നത്, നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുവാനാണ് പ്രധാനമായും നാം ഇവിടെ എത്തിയിട്ടുള്ളത്. സദസ്സിൻ്റെ ഭംഗിക്ക് വേണ്ടി ദയവ് ചെയ്ത് സൈഡിലിരിക്കുന്ന ആളുകൾ സദസ്സിൻ്റെ മുൻഭാഗത്ത് ഒഴിവുള്ള ഭാഗത്തേക്ക് വന്നാൽ വളരെ നന്നായിരിക്കും. അത് അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ആരും വിഷമമൊന്നും തോന്നരുത് പ്ലീസ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ സ്ഥിതിയിട്ട് കാര്യമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما خلقت الجن والإنس إلا ليعبدون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഹബീബുർ റഹ്മാൻ സാഹിബ് അവർകൾ, മറ്റ് പുന്നയൂർക്കുളം നിവാസികളായ സുഹൃത്തുക്കൾ, നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് വലിയ പെരുന്നാൾ ആഘോഷത്തോട് അനുബന്ധിച്ച് പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈദ് മീറ്റിലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്ന പ്രവാചക പരമ്പര അവർ ഉത്ബോധനം ചെയ്ത ആ പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നാം എല്ലാവരും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുന്നതിൽ വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. നാം പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും അതുതന്നെയാണ്. 12 വർഷത്തോളമായി ഈ ഖത്തറിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പുന്നയൂർക്കുളം നിവാസികളായ നാം 8ഓളം മഹല്ലുകളിൽ അധിവസിക്കുന്ന നാം ഒത്തുചേർന്നുകൊണ്ട് പുന്നയൂർക്കുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചുകൊണ്ട് വളരെ സ്തുത്യർഹമായി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി
അവർക്കൊരു സ്ഥിര വരുമാനം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നാം ആരംഭിച്ച ആടും കൂടും പദ്ധതി പുന്നയൂർകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ നമുക്കറിയാൻ സാധിക്കും. നാം നൽകുന്ന ആടും നാം നൽകുന്ന കൂടും ഉപയോഗിച്ച് അവരുടെ നിത്യജീവിതത്തിന് ഒരു വരുമാനം കണ്ടെത്തുവാൻ അതുവഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാം അടുത്ത പടിയായി ഉദ്ദേശിക്കുന്നത് വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹായം ആവശ്യമുള്ള അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നാം കൂട്ടമായി ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒറ്റയ്ക്കായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇത്തരം സംഘടനകളിലൂടെ, ഇത്തരം കൂട്ടായ്മകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പുന്നയൂർകുളം വെൽഫെയർ കമ്മിറ്റിയുടെ ഇത്രയും കാലത്തെ പ്രവർത്തനം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. റംസാൻ മാസങ്ങളിൽ റിലീഫ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠിക്കുവാനുള്ള സഹായം നൽകുകയും ചികിത്സിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവർക്ക് ചിലവിലുള്ള ചികിത്സയ്ക്കുള്ള സഹായം നൽകുകയും നമ്മുടെ പുന്നയൂർകുളം വെൽഫെയർ കമ്മിറ്റിയുടെ പദ്ധതിയിൽപ്പെട്ടതാണ്. നാം പുതുതായി പുറത്തിറക്കുന്ന നമ്മുടെ ഹെൽത്ത് കാർഡ് ദയ ഹോസ്പിറ്റലുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പുന്നയൂർകുളം വെൽഫെയർ കമ്മിറ്റിയുടെ മെമ്പർമാർക്ക് നാം കാർഡ് നൽകുകയും ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്കും അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്കും ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ആനുകൂല്യം കിട്ടുന്നതാണ്. പ്രധാനമായി പറയുവാനുള്ളത്, ഇവിടെ കൂടിയിരിക്കുന്ന പുന്നയൂർകുളം നിവാസികളായ നാം എല്ലാവരും നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകണമെന്നുള്ളതാണ്. ഈ കമ്മിറ്റിയിൽ മെമ്പർമാരാകാത്ത ആളുകൾ തീർച്ചയായും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കടന്നു വരുന്ന കവാടത്തിനടുത്തുള്ള കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും മെമ്പർമാരാകാത്ത ആളുകൾ മെമ്പർഷിപ്പ് ഫോം പൂരിപ്പിച്ച് നൽകി നമ്മുടെ ഈ സംരംഭത്തിന് കൂട്ടുനിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതിൽ മെമ്പർമാരാവുക വഴി നമ്മുടെ സമൂഹത്തിന് സഹായം നൽകാൻ നമുക്ക് സാധിക്കുന്നു എന്നതിലുപരി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നെ വളരെയധികം ഉപകാരം നൽകുന്ന കാര്യങ്ങൾ നാം സംഘടിതമായി ചെയ്യുന്നുണ്ട്. വിശദീകരിച്ച് പറയുകയല്ല, നാം ഈ ഖത്തറിൽ നിന്ന് വിട പറയുന്നതോടുകൂടി നമുക്ക് മാസം തോറും പെൻഷൻ ലഭിക്കുന്നു. നാം ഇവിടെ അപകടം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചികിത്സക്കുള്ള സംഖ്യ ലഭിക്കുന്നു. മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആശ്രിതർക്ക് അവരുടെ ഭാവി ജീവിതത്തിനുള്ള വരുമാനത്തിനുള്ള മാർഗം നാം നൽകുന്നു. അവർ മയ്യത്ത് പരിപാലനത്തിനും മറ്റുള്ള ചെലവുകളെല്ലാം നമ്മുടെ കമ്മിറ്റി വഹിക്കുന്നു. ഇതിലെല്ലാം പുറമെ നമ്മുടെ ഖത്തറിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഭാവി സുരക്ഷമാകുന്നുള്ള ഫണ്ട് നമ്മുടെ ഈ സംഘടന വഴി നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഈ പുന്നയൂർകുളം വെൽഫെയർ കമ്മിറ്റിയിൽ ചേരുക വഴി നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പൈസ സ്വരൂപിച്ചുകൊണ്ട് നാം ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഈ കൗണ്ടറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ പുന്നയൂർകുളം വെൽഫെയർ കമ്മിറ്റിയിൽ അംഗങ്ങളാകുവാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇത് വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഹബീബുള്ള സാഹിബ് അവരെ ക്ഷണിച്ചോളൂ. ബിസ്മില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം.
ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള പുണ്യവർക്കളത്തെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദര സഹോദരിമാരെ, കാരുണ്യവാനായ പ്രപഞ്ചത്തിൻ്റെ അധിനായകൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിധവാ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോഴിയും മട്ടനും മാറി മാറി ബിരിയാണി കഴിച്ച നമ്മുടെ മുമ്പിൽ നല്ലൊരു പ്രഭാഷണം, നല്ലൊരു താരാട്ടാകും എന്ന തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ട് വളരെ വിശദമായ ഒരു സംസാരം ഞാൻ എന്തായിരുന്നാലും സംസാരിക്കുന്നില്ല. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇബ്രാഹിം പ്രവാചകന്റെ അനുഗ്രഹീതമായ ലോകത്തോടുള്ള പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്കറിയാം. പ്രപഞ്ചത്തിൻ്റെ നാഥനായി, പ്രപഞ്ചത്തിൻ്റെ അതീശാധികാരിയായി, കാരുണ്യത്തിൻ്റെ നിറകുടമായ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പ്രഖ്യാപിക്കുന്നതിലൂടെ, ഒരാൾ വിശ്വസിക്കുന്നതിലൂടെ, ഒരാൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ഇലാഹ് അല്ലാഹുവാണ്. അലിഹ എന്ന പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഇലാഹ് എന്ന വാക്ക്. അലിഹ എന്ന പദം രൂപപ്പെടുന്നത് അറബി ഭാഷയിൽ എല്ലാ അഭയത്തിൻ്റെയും കേന്ദ്രസ്ഥാനം എന്ന നിലയിലാണ് അലിഹ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഗ്രാമത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാട്ടിൽ കോഴികളെ വളർത്തി അല്ലെങ്കിൽ കോഴികളുള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൂവൻകോഴി, പിടക്കോഴിയും കുറേ കുഞ്ഞുങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നത് നാം കാണും. പൂവൻകോഴി തള്ളക്കോഴിയുടെയും കുഞ്ഞുങ്ങളുടെ അടുത്ത് സദാസമയം ചുറ്റുവട്ടത്ത് അവിടെ ഉണ്ടാവും. ആകാശത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ പൂവൻകോഴി ചെറിയൊരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പിടക്കോഴി വളരെ സജീവമായി അതിൻ്റെ രണ്ട് ചിറകുകൾ ഭൂമിയോട് ആഞ്ഞു വീശിക്കൊണ്ട്, രണ്ട് ചിറകുകളും ആഞ്ഞു വീശി ഒരടയാളം പോലെ അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ചെറിയൊരു തടവറ പോലെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാകും. എന്നിട്ട് ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുന്നതോടുകൂടി ചിക്കിപ്പെറുക്കി നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെയും ഓടി അണഞ്ഞുകൊണ്ട് ഈ തള്ളക്കോഴിയുടെ ചാരത്ത് അണിയും, അതിൻ്റെ രണ്ട് ചിറകുകൾക്കുള്ളിൽ അണിയും. ഇതിനാണ് അറബി ഭാഷയിൽ അലിഹ എന്ന് പറയുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് എല്ലാ അഭയങ്ങളുടെയും കേന്ദ്രസ്ഥാനമായ കേന്ദ്രത്തിലേക്ക്, എൻ്റെ സ്രഷ്ടാവിലേക്ക് ഞാൻ മടങ്ങുന്നതിൻ്റെ പേരാണ് അലിഹ എന്നത്. അങ്ങനെ അഭയം നൽകാൻ കഴിവുള്ളവനാണ് ഇലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഇലാഹ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ ആദർശപരമായി വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരും. അയാളുടെ ജീവിതത്തിന്റെ എല്ലാ സ്വഭാവത്തിലും പ്രകൃതത്തിലും ഈ ആദർശമുണ്ടാകും. അതുകൊണ്ട് അയാൾ വിചാരിക്കുന്നു ആരുടേതാണ് ധനം എന്ന് അയാൾക്ക് അറിയാം. അൽ മാലു മാലുള്ളാഹ്, സമ്പത്ത് ആരുടേതാണ്? ധനം അള്ളാഹുവിൻ്റെതാണ്.
അള്ളാഹു നൽകിയിരിക്കുന്ന ധനം, ഞാനല്ല ധനത്തിന്റെ ഉടമ. ധനത്തിന്റെ ഉടമ ആര് എന്ന ചോദ്യത്തിനാണ് മുതലാളിത്തത്തിൽ നിന്നും കമ്മ്യൂണിസത്തിൽ നിന്നും ഇസ്ലാം വേർപെടുന്നത്. ധനം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് ഒരു പ്രത്യയശാസ്ത്രം പറയുമ്പോൾ, ധനം വ്യക്തിയുടേതാണ് എന്ന് മുതലാളിത്തം നമ്മോട് പറയുമ്പോൾ, അല്ല, ധനം ദൈവത്തിൻ്റെതാണ് എന്നാണ് ഇസ്ലാമിന്റെ ഭാഷ. അള്ളാഹു നൽകിയിരിക്കുന്നതാണ് ധനം. അള്ളാഹു നൽകിയിരിക്കുന്ന ധനത്തിൽ നിന്ന് നിങ്ങൾ നൽകണം. അള്ളാഹുവാണ് നിങ്ങൾക്ക് ധനം നൽകിയിരിക്കുന്നത്. അപ്പൊ ധനത്തിന്റെ പൂർണ്ണമായ ഉടമാവകാശം ആർക്ക് എന്ന ചോദ്യത്തിന് ഇസ്ലാമിന്റെ മറുപടി അത് ദൈവത്തിൻ്റെതാണ്, അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ധനം അള്ളാഹുവിൻ്റെതാണ് എന്നത് തൗഹീദിന്റെ ഭാഗമായ ഒരു വർത്തമാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമായ വർത്തമാനമാണ്. റമദാൻ കഴിഞ്ഞ് റമദാനിന്റെ അവസാനത്തിൽ ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നാം ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യും. ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്നത് ധാന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. അരിയായും ഗോതമ്പായും ഈത്തപ്പഴമായും ഒക്കെ നാം വിതരണം ചെയ്യും. ആളുകൾക്ക് ധാന്യം നൽകുന്നുണ്ട്. ബലിപെരുന്നാളിന് നാം മാംസം നൽകുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഇബ്രാഹിം പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ അറുക്കണമെന്ന് പറഞ്ഞതിന്റെ പ്രതീകമായി ആടിനെയോ ഒട്ടകത്തെയോ നാം അറുക്കുന്നു. പക്ഷെ അള്ളാഹു പറയുന്നു, എനിക്ക് നിങ്ങളുടെ മാംസം ആവശ്യമില്ല, നിങ്ങളുടെ രക്തം ആവശ്യമില്ല. അള്ളാഹു രക്തദാഹിയല്ല. അള്ളാഹുവിന് നിങ്ങൾ നൽകുന്ന രക്തത്തിൽ നിന്ന്, നിങ്ങൾ നൽകുന്ന മാംസത്തിൽ നിന്ന് അള്ളാഹുവിന് ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിന് ആവശ്യമുള്ളത് നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പടച്ചവനെ കുറിച്ചുള്ള ഭയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയാണ്, തഖ്വയാണ്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ബലി നൽകുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കപ്പെടുന്ന ഒരു ത്യാഗം, ഒരു ബലി, അതിന്റെ മാംസം ജനങ്ങളിലേക്ക് നീങ്ങുന്നു. അള്ളാഹുവിന് അടിമപ്പെടുന്ന ഒരു മനുഷ്യൻ